31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. 16 മൃതദേഹങ്ങൾ മേപ്പാടി CHC-യിൽ നിന്ന് പുത്തുമലയിൽ എത്തിച്ചു. കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മൃതദേഹങ്ങൾ അടങ്ങിയ ആംബുലൻസുകളാണിപ്പോൾ നിരനിരയായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 16 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ എത്തിച്ചത്. സർവമത പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് എല്ലാ സംസ്കാരവും പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. 31 മൃതദേഹങ്ങൾ സംസ്കരിക്കുക, 158 ശരീരഭാഗങ്ങൾ സംസ്കരിക്കുക. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇനിയും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അങ്ങനെ സൂക്ഷിക്കുവാൻ കഴിയില്ല. അതത്രയും അഴുകിയ നിലയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അപ്പോഴും ഏറ്റവും ഒടുവിൽ വരെ എത്തുന്നവർക്ക് തിരിച്ചറിയാനുള്ള അവസരവും സർക്കാർ നൽകിയിരുന്നു എന്ന് മാത്രമല്ല, ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. 216 മൃതദേഹങ്ങൾ ഇങ്ങനെ തിരിച്ചറിയാത്ത നിലയിൽ ആദ്യമുണ്ടായിരുന്നു. പിന്നീട് നിരവധി പേർ വന്ന് തിരിച്ചറിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ അവസാനം വരെ ബന്ധുക്കൾക്ക് വന്ന് ഇത് പരിശോധിക്കാനുള്ള അവസരം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അന്തിമമായി സംസ്കാര ചടങ്ങുകളിലേക്ക് തിരിച്ചറിയാനാകാത്ത ഭൗതിക ശരീരം. 16 മൃതദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത 14 മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് പുത്തുമലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതായത് ഒന്നിനു പിറകെ ഒന്നായി ആംബുലൻസുകൾ ഈ സ്ഥലത്തേക്ക്, ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 16 പേരുടെ മൃതദേഹങ്ങൾ സർവമത പ്രാർത്ഥന പൂർത്തീകരിച്ച് സംസ്കരിച്ചു. അവരെ മണ്ണിൽ വെച്ചു. ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും ബഹുമാനപൂർവ്വം അവരെ മണ്ണിൽ വെച്ചു. അവർക്ക് ഇപ്പോൾ തിരിച്ചറിയാനുള്ള ഏക അടയാളമായ നമ്പറുകൾ രേഖപ്പെടുത്തി. അത് പൂർത്തീകരിച്ച് ഏറെക്കുറെ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് 14 മൃതദേഹങ്ങൾ കൂടി. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരായ 8 പേരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ഇതുവരെയും 16 പേരുടെ മൃതദേഹം കൂടി ഇന്ന് സംസ്കരിച്ചു. മറ്റൊരു 14 പേരുടെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ ഒന്നൊന്നായി ഈ പുത്തുമലയിലേക്ക് എത്തിയിരിക്കുന്നു. ആംബുലൻസുകൾ അങ്ങനെ കാത്തു നിൽക്കുന്നു. അവരുടെ മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് എടുക്കും. അതിനുശേഷം നേരത്തെ നടന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കും. അതായത് സർവമത പ്രാർത്ഥന, പിന്നീട് സർക്കാരിൻ്റെ ആദരം, സർക്കാർ പ്രതിനിധികളുടെ ആദരം, മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥ സംഘമുണ്ട്, ADGP ജില്ലാ കലക്ടറും അടക്കമുള്ള സംഘമുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർക്ക്, അതായത് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും മുൻപൊരു മേൽവിലാസം ഉണ്ടായിരുന്നു. മുമ്പ് ആ ഭൂമിയിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞവർക്കാണ് ഇവിടെ പുത്തുമലയുടെ മണ്ണിൽ നിത്യനിദ്ര, ഒരുമിച്ച് മടക്കം, ഒരുമിച്ച് അന്ത്യയാത്രാ മൊഴി നൽകുന്നത്. നാടൊന്നാകെ, കേരളം ഒന്നാകെ, വയനാട് ഒന്നാകെ, ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യരൊന്നാകെ ചേർന്ന് നിന്ന് അവരങ്ങനെ ഭിന്നാഭിപ്രായ ഭേദങ്ങളൊന്നുമില്ലാതെ ആ മനുഷ്യരെല്ലാം ഇനി ചെയ്യാൻ കഴിയുന്നൊരു നീതി അതങ്ങേയറ്റം ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഉള്ളു പൊള്ളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാകുമ്പോഴും ആ വേദനകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് അവർക്ക് വിട നൽകുകയാണ്. അടുത്ത ഘട്ടമായി 14 മൃതദേഹങ്ങളാണ്. ആ മൃതദേഹങ്ങൾ ഇവിടെ ആംബുലൻസ് നിർത്തി ഓരോന്നായി മൃതദേഹങ്ങൾ അകത്തേക്ക്, അതായത് ഇവിടെ പ്രത്യേകമായി പ്രാർത്ഥനകൾക്കും ആദരമർപ്പിക്കുന്നതിനുമൊക്കെയായി ഒരു താൽക്കാലിക വേദി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഈ 14 മൃതദേഹങ്ങളിൽ ആദ്യമെത്തിയ ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. ആ മൃതദേഹമാണ് ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ 14 മൃതദേഹങ്ങളും ഇവിടെ എത്തിച്ച് സമാനമായ നിലയിൽ പ്രാർത്ഥന ആവർത്തിക്കും. അതായത് ചൂരമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയും മേപ്പാടിയും മാരിയമ്മൻ കോവിലിലെയും ശിവക്ഷേത്രത്തിലെയും അവിടെയുള്ള ട്രസ്റ്റിമാർ, ഒപ്പം ഭാരവാഹികളൊപ്പം സ്വാമി സുനിൽദാസ് അടക്കമുള്ള ആളുകളൊപ്പം മേപ്പാടി മഹലിലെ ഖത്തീബ് അടക്കമുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ പുരോഹിതരും മത നേതാക്കളുമൊക്കെയുണ്ട്. അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഓരോന്നോരോന്നായി നടക്കും. അതിനുശേഷം സർക്കാരിൻ്റെ ആദരം എന്നതാണ്, അതായത് ബഹുമാനാർത്ഥം ഒരു ആദരവർപ്പിക്കുക, ബഹുമതി നൽകുക എന്ന നിലയ്ക്കുള്ള ഒരു ആദരവർപ്പിക്കലാണ്. അതും സമാനമായ നിലയിൽ തന്നെ ആവർത്തിക്കും. തുടർന്ന് സംസ്കാര ചടങ്ങുകളാണ്. അതായത് പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേക ഉത്തരവിലൂടെ കലക്ടർ ഈ ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തത്.
അതിലൊരു പ്രത്യേക ഉത്തരവായി തന്നെ ജില്ലാ കളക്ടർ പുറത്തിറക്കുന്നു. ഇത് തന്നെ ഒരു സങ്കടത്തിൻ്റെ ഓർമ്മയാണ്, അതായത് വലിയൊരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ്. 2019 ഒരുപാട് മനുഷ്യരുടെ മുകളിലേക്ക് ആർത്തലച്ച് പൊട്ടിയൊലിച്ചു വന്ന ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മഭൂമിയാണ്. ആ മണ്ണാണ് യഥാർത്ഥത്തിൽ കുഴിച്ച് വീണ്ടും ആ പുതുമണ്ണ് നീക്കി അവിടെ കുഴിമാടങ്ങൾ ഒരുക്കുന്നത്. 200ഓളം കുഴിമാടങ്ങളാണ്, 200-ലധികം കുഴിമാടങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ എന്ന നിലയ്ക്ക് വിളിക്കാൻ കഴിയുന്ന, പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും മൃതദേഹങ്ങൾ എന്ന നിലയ്ക്ക് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത്. അതേസമയം ഇനി അവശേഷിക്കുന്നത് ഈ 14 മൃതദേഹങ്ങൾ, ഇപ്പോൾ 16 മൃതദേഹങ്ങൾ ഇപ്പോൾ ഇതിനകം സംസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 14 മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൂടി സംസ്കരിച്ച് കഴിഞ്ഞാൽ ശരീരഭാഗങ്ങളാണ് പിന്നീട് അവശേഷിക്കുന്നത്. അതായത് ഏതാണ്ട് 158-ലധികം, 160ഓളം എന്നതാണ് കണക്ക്, ശരീരഭാഗങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മേപ്പാടിയിലെ അവിടെ CHC-യിലെ മോർച്ചറി, താൽക്കാലികമായി ഒരുക്കിയ മോർച്ചറിയിലടക്കമായി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൂടി സംസ്കരിക്കേണ്ടതുണ്ട്. അവയും സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങളാണ്. അതായത് ഒരു വശത്ത് ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ സർക്കാർ പ്രത്യേകമായി തന്നെ ഏറ്റെടുത്ത് 64 സെൻറ്റ് ഭൂമിയിൽ അങ്ങനെ കുഴിമാടങ്ങൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ കൂട്ട കുഴിമാടങ്ങളിൽ ഇതുവരെ അഡ്രസ്സും മേൽവിലാസവും പരിചിതരായ അനേകം മനുഷ്യരും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ആരൊക്കെയോ ആണ് എന്ന് നമുക്കിപ്പോൾ പറയാം. അവരാരൊക്കെയാണെന്ന് നമുക്കറിയില്ല. ആരൊക്കെയോ ആയ മനുഷ്യർക്ക് ആരൊക്കെയോ ചേർന്ന് വിട നൽകുന്ന ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ടാണ് വൈകാരികമാകുന്നത്. ആരെന്നറിയാത്ത മനുഷ്യർക്ക്, പരസ്പരം അറിയാത്ത മനുഷ്യർ, പല ദേശങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ ചേർന്ന് വിട നൽകുകയാണ്. അതിൽ ഭിന്ന അഭിപ്രായങ്ങളൊന്നുമില്ല. അവരെല്ലാവരും അക്കാര്യത്തിൽ ഏക അഭിപ്രായത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്നു. കാരണം ഇനി ചെയ്യാൻ കഴിയുന്ന നീതി അതാണ്. വ്യത്യസ്തങ്ങളായ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ മുതൽ ഉദ്യോഗസ്ഥർ മുതൽ നാട്ടുകാർ മുതൽ ഈ കൂട്ടത്തിൽ തങ്ങളുടെ ബന്ധുക്കൾ, ഈ അടക്കം ചെയ്യപ്പെടുന്നവരിൽ തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാകുമോ എന്ന വ്യഥയോടെ കാത്തു നിൽക്കുന്ന അനേകം മനുഷ്യരുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടു കൂടി ഒരു നീതി, ഇനി നൽകാൻ കഴിയുന്ന നീതി ഇതാണ്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും എത്രത്തോളമുണ്ട്, അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട്, അതെത്രത്തോളമാണ് നമ്മുടെ നാടിനെ മുക്കിക്കളഞ്ഞത് എന്നതിൻ്റെ തെളിവ് ഈ ദൃശ്യങ്ങളിലുണ്ട്, ഈ കാഴ്ചകളിലുണ്ട്. കാരണം ഒരുപാട് മനുഷ്യരെ ഈ ഉരുൾ എടുത്തു, ഒരുപാട് ജീവിതങ്ങളെ എടുത്തു. ഇപ്പോഴും പല മനുഷ്യരും കാണാമറയത്താണ്, മണ്ണടരുകളിലാണ്. അവരെവിടെയുണ്ടെന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഈ മനുഷ്യരൊക്കെ, അതായത് ഈ തിരിച്ചറിയപ്പെടാത്ത മനുഷ്യർ ഒരു നമ്പറിലെങ്കിലും അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള തെളിവുകൾ ഒരു നമ്പറിലെങ്കിലും, ഒരു DNA നമ്പറിലെങ്കിലും, ഒരു കുഴിമാടത്തിൻ്റെ നമ്പറെങ്കിലും, സർക്കാരിൻ്റെ രേഖകളിലെങ്കിലും ആ നമ്പർ എന്ന നിലയ്ക്ക് അവരെ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഓർക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ട്. പക്ഷെ മണ്ണിൽ പോയവരെക്കുറിച്ച് കുറേയധികം പേരെക്കുറിച്ച് വിവരമുണ്ട്. പക്ഷേ ചില ആളുകളെക്കുറിച്ച് കണക്കുകളിൽ പോലും അവർ ഉൾപ്പെടുന്നില്ല. ആ കണക്കെടുപ്പ് പൂർത്തീകരിക്കുക, അതായത് ഈ അപകടത്തിൽ ഉൾപ്പെട്ട, ഈ ദുരന്തത്തിൽ ഇരകളായി പോയ, ഈ ദുരന്തത്തിൽ മണ്ണിനടിയിലായി പോയ മനുഷ്യർ, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെയോ ഒലിച്ചൊഴുകിപ്പോയ മനുഷ്യർ എത്ര പേർ, അവരാരെല്ലാം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ, കൃത്യമായ, വ്യക്തതയുള്ള കണക്ക് തയ്യാറാക്കാനായിട്ടില്ല. അതങ്ങനെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അത് അത്ര എളുപ്പവുമല്ല എന്ന് നമുക്കറിയാം. അത് ഒരേ മണ്ണിൽ, ഒരേ നാട്ടിൽ, ആ നാട്ടുംപുറത്ത് ജീവിതം കരിപ്പിടിപ്പിച്ചവർ, അവിടെ സ്വപ്നം കണ്ടവർ, അവിടെ ജീവിച്ചവർ, ആ മണ്ണിൻ്റെ തണലിൽ ഒന്നിച്ചുണ്ടായിരുന്ന മനുഷ്യരൊക്കെയാണ്. അല്ലെങ്കിൽ അവിടെ ജീവിതം കണ്ടെത്തിയവരാണ്, അവിടെ താമസിച്ച് പാർത്തിരുന്നവരാണ്, അവിടെ ജീവിച്ചിരുന്നവരാണ്, അവിടെ തൊഴിലെടുത്തവരാണ്, അവിടെ വന്ന് ജീവിച്ചവരാണ്, അവിടെ ടൂറിസത്തിന് വേണ്ടി ചിലപ്പോൾ വന്നവരായിരിക്കാം, അവിടെ തൊഴിലിനായി വന്നവരായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊരു ദേശത്ത് വന്ന് ഒന്നിച്ച് ആ ദേശത്തിൻ്റെ തണലിൽ ജീവിതം നയിച്ചിരുന്ന മനുഷ്യരാണ് ഒരുമിച്ചൊഴുകിപ്പോയത്. ഒരുമിച്ച് അവർ മരണത്തിൻ്റെ കയത്തിലേക്ക് വീണുപോയത്. അങ്ങനെ ഒരു കഥന പെരുങ്കടലായി പുത്തുമല, അതായത് ഈ അപകടവും ദുരന്തവും ഒക്കെ നടന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല പുത്തുമലയ്ക്ക് മറ്റൊരു ദുരന്തത്തിൻ്റെ ചരിത്രവും സാക്ഷ്യവുമുണ്ട്. അവിടെയും നമ്മൾ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും ദുഃഖവും കണ്ടതാണ്. ഇപ്പോഴും കണ്ടുകിട്ടാത്ത മനുഷ്യരുടെ ഓർമ്മകളും ഇവിടെ തന്നെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു സങ്കടത്തിൻ്റെയും ഒരു കഥനത്തിൻ്റെയും മുകളിൽ പിന്നെയും മറ്റൊരു സങ്കടവും കഥനവും കൂടി നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പുത്തുമല തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാന്ദർഭികമായിരുന്നു, യാദൃശ്ചികമായിരുന്നു എങ്കിൽ കൂടിയും പലതരം സ്ഥലങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും ഒടുവിൽ ഈ ഭൂമി ഏറ്റെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഭൂമി തന്നെ ഉരുളൊലിച്ചുപോയ, പലരും ഒഴുകിയും ഒലിച്ചും പിന്നീട് ഒഴിഞ്ഞുമൊക്കെ പോയ സ്ഥലമാണിത്. പിന്നീട് ദുരന്തത്തിന് ശേഷം കുറേ പേർ ഒഴിഞ്ഞുപോയി, കുറേ പേരെ കണ്ടെത്താനായില്ല, കുറേ പേർക്ക് ജീവിതവും സ്വത്തും ഒക്കെ നഷ്ടമായി. അങ്ങനെയുള്ള മനുഷ്യരുടെ ഓർമ്മകളുള്ള ഒരു മണ്ണാണ്. അങ്ങനെ ഒഴുകിയെത്തിയ ആ മണ്ണിന് മുകളിലാണ് മറ്റനേകം മനുഷ്യർക്ക് കൂടി സ്മാരകമൊരുങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് അന്ത്യനിദ്രയ്ക്ക് ഇടമൊരുങ്ങുന്നത്. ആരൊക്കെയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന മനുഷ്യർക്കാണ് ഇന്നാട്ടിലെ അനേകം പല ദേശങ്ങളിൽ നിന്ന് വന്ന ആ മനുഷ്യർ ചേർന്ന് അന്ത്യയാത്രാമൊഴി ചൊല്ലുന്നത്. ആരാണെന്ന് നമുക്കറിയില്ല. ആരാണെന്ന് തിരിച്ചറിയപ്പെടാനുള്ളൊരു സാധ്യത ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഒരു ശാസ്ത്രീയ മാർഗത്തിലൂടെ മാത്രമാണ്. അതിനാണ് DNA സാമ്പിളുകൾ ശേഖരിച്ച് പ്രൊഫൈൽ ലൈബ്രറിയൊക്കെ തയ്യാറാക്കുകയും ഇനി ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഉറ്റവർ ആ സാമ്പിൾ
ഒത്തുവന്നാൽ, അവർക്കത് തിരിച്ചറിയാൻ കഴിയും വിധം താരതമ്യം ഒത്തുവന്നാൽ മാത്രം സാധ്യമാകുന്നൊരു തിരിച്ചറിവാണ്. അത് മാത്രമാണ് ആ നമ്പർ. അവർക്ക് അനേകം തിരിച്ചറിയപ്പെടാനുള്ള അടയാളങ്ങളും പേരുകളും മേൽവിലാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു DNA സാമ്പിൾ നമ്പർ മാത്രമായി അവശേഷിക്കുന്നുണ്ട്. ഈ ദുരന്തം എത്രമാത്രം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഹൃദയത്തെ നെടുകെ പുലർത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ദൃശ്യങ്ങളിൽ ആകെയുണ്ട് എന്നത് കാണാം. ഇത്രയധികം മനുഷ്യരെ ഏത് മഹാമാരിക്കാലത്താണ് ഇങ്ങനെ ഒരു ദുര്യോഗം നമ്മുടെ നാട് നേരിട്ടിട്ടുള്ളത് ഇതിനു മുൻപെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ പലതും നമ്മൾ കണ്ടതാണ്. പല മനുഷ്യർക്കും ജീവൻ നഷ്ടമായതും ദുരന്തങ്ങൾ അങ്ങനെ പലയാവർത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ഇതിനു മുൻപ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലെ ദുരന്തങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും കൂട്ടമരണങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട് അതിനോട് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്ര വലിയ ദുരന്തത്തെ നമ്മൾ കൺമുന്നിൽ ഇത്രയടുത്ത് കാണുന്നത്. അങ്ങനെ പൊട്ടിയൊലിച്ചു വന്ന് ഒറ്റ രാത്രി കൊണ്ട് ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ കിടന്നുറങ്ങിയവർ മുതൽ ഒരേപോലെ വ്യത്യസ്ത കൂരകളിലെങ്കിലും ഒരേപോലെ എന്ന് കരുതുന്ന മനുഷ്യരൊക്കെ അങ്ങനെ കിടന്നുറങ്ങിയതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടൊന്നാകെ ഒലിച്ചു പോയപ്പോൾ അതെത്രത്തോളമാണ് നമ്മുടെ നാടിൻ്റെ ഹൃദയത്തെ, നമ്മുടെ മനസാക്ഷിയൊക്കെ നെടുക പുലർത്തിയത്, നമ്മുടെ ഈ നാട് എത്രത്തോളം അതിൽ വേദനിക്കുന്നു എന്നതിന്റെ തിരിച്ചറിവ് അതിലെല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചിന്തകളെ ഇനിയിപ്പോൾ ഈ വിഷയത്തിലടക്കം തുടർന്ന് അങ്ങോട്ടേക്ക് നടക്കേണ്ട പുനരധിവാസ പദ്ധതികൾ മുതൽ നമ്മുടെ നയങ്ങളിൽ വരെ ഈ ദൃശ്യങ്ങൾ കൂടി സ്വാധീനിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്ര മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ഒറ്റ ദിവസം കൊണ്ട് അശനിവാദം പോലെ ഒരു മലയൊന്നാകെ ഒലിച്ചിറങ്ങി വന്ന് അവരെ കൊണ്ടുപോയത്. അതിൽ ഇത്രയധികം പേരെയെങ്കിലും നമുക്ക് കണ്ടെടുക്കാനായി എന്നത് തീർച്ചയായും സന്നദ്ധ പ്രവർത്തകരുടെയും നമ്മുടെ സംവിധാനങ്ങളുടെയും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെയും ഒക്കെ ആത്മസമർപ്പണം കൊണ്ടും അവരുടെ അത്യധ്വാനം കൊണ്ടുമാണ്. അപ്പോഴും കണ്ടെത്താത്ത മനുഷ്യരുണ്ട്. അതിൽ കണ്ടെത്തിയിട്ടും അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്ന വേദനയുണ്ട്. ചിലപ്പോൾ അവരെ തേടി ആരും വരാനില്ലായിരിക്കും ഏറ്റവും അടുത്തവർ. കാരണം ആ ചുറ്റുവട്ടത്തിൽ തന്നെ താമസിക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെ, ഒരേ കുടുംബത്തിൽപ്പെട്ടവർ, ഒരേ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നവരൊക്കെ ഒന്നിച്ചൊഴുകി പോവുകയോ മരണത്തിന് കീഴടങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പോൾ ഒരുപക്ഷേ തിരിച്ചറിയപ്പെടാതെ പോയത് അവർക്ക് വേണ്ടി ആരും വരാനില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, ഒരുപക്ഷെ അങ്ങനെയും കരുതാം. പക്ഷേ അപ്പോഴും ഇപ്പോഴും മേപ്പാടി CHSയിൽ സർക്കാർ ഒടുവിൽ കൊടുത്ത സമയത്ത് പോലും ആളുകൾ വന്ന് അന്വേഷിക്കുന്നു, ഞങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കട്ടെ, ഒരിക്കൽ കൂടി കാണട്ടെ, ഏതെങ്കിലും ആഭരണങ്ങളുടെ ചിത്രങ്ങളും മറ്റും എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അതുകൂടി ഞങ്ങളെ കാണിക്കൂ, ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ഉള്ള അവസരമുണ്ടോ എന്നവർ ചോദിക്കുന്നു. ഇവിടെ വന്ന് മനുഷ്യർ കഴിഞ്ഞ ദിവസം അടക്കം ചെയ്ത കുഴിമാടങ്ങൾക്ക് സമീപം വരുന്ന കുറേ മനുഷ്യർ എവിടെ നിന്നൊക്കെയോ വന്ന് പൊട്ടിക്കരയുന്നു. ഇത് ഞങ്ങളുടെ ബന്ധുക്കളായിരിക്കും, ഞങ്ങൾ അപകടത്തിന് തൊട്ടു മുൻപ് സംസാരിച്ചിരുന്നവരാണ്, പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ ഇതായിരിക്കാം എന്ന വേദനയിൽ, എന്ന വ്യഥയിൽ, എന്ന ആദിയിൽ ഞങ്ങൾക്ക് അവർക്കൊരു അന്ത്യയാത്രാ മൊഴി നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ബോധ്യമായിരിക്കാം ആ മനുഷ്യരെ, ജീവിച്ചിരിക്കുന്നവരുടെ ഉറ്റവരെ വീണ്ടും വീണ്ടും അവരുടെ ഉള്ളു പൊള്ളിക്കുകയും അവർ ഇടറുകയും ഒക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കില്ല, പക്ഷെ അവരങ്ങനെ ഒരു ചിന്തയിൽ, ഇതാണെങ്കിലോ എന്ന ചിന്തയിൽ അവരിവിടെ വന്നു നിൽക്കുന്നു, അവർ കാത്തു നിൽക്കുന്നു, അതിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ശ്രമിക്കുന്നു, അവർ പ്രാർത്ഥനയിൽ പങ്കാളികളാകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മറ്റോ ആണോ എന്ന വ്യഥയിൽ കഴിയുന്നു. അങ്ങനെ അനേകം മനുഷ്യരുടെ കണ്ണീര് വീണ് ആ കണ്ണീരുപ്പ് കലർന്നൊരു സങ്കടക്കടലാണ് യഥാർത്ഥത്തിൽ പുത്തുമലയുടെ ഇരുഭാഗങ്ങളിലുമായി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് മുൻപ് ഉരുളുപൊട്ടി വന്നതാണെങ്കിൽ പോലും എന്ന നിലയിലാണ് ആ മേഖലയിലൊക്കെ. അവിടെ നിന്നൊരു നാട് തന്നെ വാഷ് ഔട്ടായിപ്പോയി. ഒരു ജനതയൊന്നാകെ, ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ഒരു ജനതയൊന്നാകെ വാഷ് ഔട്ടായിപ്പോയി. അത് നമ്മൾക്ക് ഒക്കെ അപ്രതീക്ഷിതമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോഴേക്കും നമുക്ക് അറിയാം അത് എത്രത്തോളം നമ്മുടെ നാടിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്, എത്ര ആഘാതം അതിനുണ്ട്, അതിൽ നിന്ന് ഇനി എന്ന് മുക്തിയുണ്ട് എന്ന ചോദ്യത്തിന് പോലും യഥാർത്ഥത്തിൽ ഉത്തരമില്ല. എത്ര പെട്ടെന്ന് നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും കടുത്ത ഒരാഘാതം ഇതിനു മുൻപ് പല ദുരന്തങ്ങളും നേരിട്ടപ്പോഴും പല അപകടങ്ങളും ഉണ്ടായപ്പോഴും പ്രളയവും മഹാമാരിയും ഒക്കെ ഉണ്ടായപ്പോഴും നമ്മൾ പലതരം ദുരിതങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ, നഷ്ടങ്ങളെ ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇങ്ങനെ ഒരേ മനുഷ്യരെ, ഒരേ ദേശത്തെ, ഒരു പ്രദേശത്തെ, ഒരു നാടിനെ ഒറ്റ രാത്രി കൊണ്ട് കശക്കിയെറിഞ്ഞ ആ ദുരന്തം ഇത്രയധികം മനുഷ്യരുടെ ജീവനുകളെ നമ്മളിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയി, എത്ര പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയി. ഇതുവഴിയൊക്കെ പലതവണ വന്ന മനുഷ്യരായിരിക്കും. അവരെ തിരിച്ചറിയുന്ന അനേകം മനുഷ്യർ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷേ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു വ്യഥയുണ്ട്. അത് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗങ്ങളിൽ ഒന്നാണ്. നഷ്ടമായി പോയ ജീവനുകൾ, സമ്പത്ത് എന്നതൊക്കെ അതിൻ്റെ യഥാർത്ഥ ദുരന്തത്തിൻ്റെ ആഴം വെളിവാക്കുമ്പോൾ പോലും അതിൻ്റെ വല്ലാത്തൊരു ദുര്യോഗത്തെ
അത് എത്രത്തോളം ഉണ്ട് എന്നത് വെളിവാക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ, ഈ ദൃശ്യങ്ങൾ, ഇവിടെ കൂടി നിൽക്കുന്ന മനുഷ്യർ അവരൊന്നാകെ ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭേദങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒന്നുമില്ലാതെ ചേർന്ന് നിന്ന് ചെയ്യുന്നു. ആ നീതി ഉറപ്പാക്കുന്നു. ആ മനുഷ്യരെ ഏറ്റവും ആദരവോടുകൂടി സംസ്കരിക്കുക. അതായത് പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന നീതി ഏറ്റവും ആദരവോടെ മരണപ്പെട്ടു പോയൊരു മനുഷ്യന് ആ മൃതദേഹം അല്ലെങ്കിൽ ആ ശരീരം അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടിയും ചെയ്യുക. അങ്ങനെ ഒരു സമൂഹത്തോട്, ഒരു നാടിനോട്, ഒരു തലമുറയോട് നീതി ചെയ്യുക എന്നത് മാത്രമാണ്. തുടർന്ന് അങ്ങോട്ടേക്കും നീതിയുടെ കാര്യത്തിൽ അനവധി കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ നെഞ്ചുപൊട്ടിക്കാണാൻ ഇനിയൊരവസരം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് പോംവഴി. അതിനുവേണ്ടി പ്രവർത്തിക്കുക മാത്രമാണ് പോംവഴി. ഇങ്ങനെ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണാൻ ഇടവരുത്തരുതേ എന്നാഗ്രഹിക്കാം. ഒരു ഘട്ടം ആംബുലൻസ് വരുന്നു, അതിന് പിന്നാലെ അടുത്ത ഘട്ടം ആംബുലൻസ് വരുന്നു, മൃതദേഹങ്ങൾ വരുന്നത് അവസാനിക്കുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എത്രമാത്രം മുറിവ് നമ്മുടെ സമൂഹത്തിൽ, ഈ നാട്ടിൽ, ഇവിടുത്തെ മനുഷ്യരിൽ, ഇവരുടെ ഉറ്റവരിൽ, അവരെ അറിയുന്നവരിലൊക്കെ കാണുന്നു. അതാണ് എല്ലാവരും സഹോദരങ്ങളാകുന്ന ഒരു സമയമാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെയൊക്കെ, അവരുടെയൊക്കെ വേദനകൾ, അവരുടെയൊക്കെ മനസ്സിൽ അതൊരു വലിയ മുറിവായി തീരുന്നു. അത് എത്രത്തോളം ഒരു ദുരന്തം, ഒരു നാടിനെ കശക്കിയെറിഞ്ഞ ദുരന്തം എങ്ങനെയാണ് ഒരു നാടിനെ ഒന്നാകെ, അവരുടെ ഹൃദയ വികാരങ്ങളെ ഒന്നാകെ സ്വാധീനിക്കുകയും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നതെന്ന് വീണ്ടും വീണ്ടും ഈ ദൃശ്യങ്ങൾ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇവിടെ ഈ ദുരന്ത ഭൂമിയിലെ നടുക്കുന്ന, കരളലിയിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന അനവധി കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ അവരുടെ വളർത്തുമൃഗങ്ങൾ വന്ന് അവരുടെ യജമാനനെ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച ഘട്ടത്തിൽ അവിടെ നിന്ന് നഷ്ടമായി പോയ അവരുടെ സമ്പാദ്യങ്ങൾ, ജീവനുകൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതുപോലെ, അല്ലെങ്കിൽ അതിലെല്ലാം ഒക്കെ അപ്പുറത്ത് ഈ ദൃശ്യങ്ങൾ ആ എല്ലാ മുറിവുകളെയും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന്, ഈ ചുറ്റുവട്ടത്ത് നിന്ന് ഈ മനുഷ്യരെ കാണുമ്പോൾ, ഇതിൻ്റെ ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ അടക്കം ചെയ്യുന്ന നടപടികളൊക്കെ കാണുമ്പോൾ, ആ ആളുകളൊക്കെ അതിനോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ, എല്ലാ ആ ദുരന്തത്തിൻ്റെ ആഘാതത്തെ എല്ലാം ഒരുമിച്ച് ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. ഒരു സ്ഥലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുമ്പോൾ മറുഭാഗത്ത് മണ്ണുമാന്തി യന്ത്രങ്ങൾ കുഴികൾ അങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇതൊരു പ്ലാന്റേഷനാണ്. പ്ലാന്റേഷന് വേണ്ടി കുഴികൾ, അവിടെ കാർഷിക വൃത്തിക്കായി കുഴികൾ നിർമ്മിക്കുന്നത് പോലെ മനുഷ്യരെ അടക്കം ചെയ്യാൻ കുഴികൾ നിർമ്മിക്കുന്നു. അതിനുവേണ്ടി കുറേ മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, മരിച്ചുപോയ മനുഷ്യരുടെ നീതിക്കു വേണ്ടി അങ്ങനെ ഉറക്കമില്ലാതെ തൊഴിലെടുക്കുന്നു. അവരായിടങ്ങളിൽ പലതരം ദൗത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും രക്ഷാദൗത്യം ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും തുടരാനുള്ള, അല്ലെങ്കിൽ തിരച്ചിൽ ദൗത്യം എന്ന് ഇനി വിളിക്കാം, ഇനി അതിനെ രക്ഷാദൗത്യം എന്നൊക്കെ വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല. തിരച്ചിൽ ദൗത്യം ഒരു ഭാഗത്ത് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മനുഷ്യരെ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ചവർക്ക് നീതി ചെയ്യാനുള്ള വെടാപ്പാട് ഒരു ഭാഗത്ത് ചെയ്യുന്നു. ആളുകൾ അങ്ങനെ പല കാലങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് വന്ന് അറിയാത്ത മനുഷ്യർക്ക് വേണ്ടി അവർ ഇവിടെ കുഴിമാടങ്ങൾ ഒരുക്കുന്നു. അവർക്ക് നീതിപൂർവകമായ ഒരു അന്ത്യയാത്രാമൊഴി നൽകുന്നു എന്നതാണ് കാണേണ്ടത്. അങ്ങനെ ഒരു ദുര്യോഗം ഇനി വരാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുക മാത്രമാണ് പോംവഴി. ഇതിലും വലിയ ദുസ്ഥിതി, ഇതിലും വലിയ ദുര്യോഗം, ഇതിലും വലിയൊരു വേദന, ഇതിലും വലിയൊരു ദുരന്തം, ഈ കാഴ്ചയോളം ഹൃദയം പിളർക്കുന്ന മറ്റൊരു കാഴ്ച ഇനി എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെയൊന്ന് ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതിലും വലുതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് അനുഭവങ്ങളില്ലാത്ത, ഇത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങളുടെ, ദുരന്തങ്ങളുടെ അനുഭവങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ നാടിൻ്റെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ വയനാടിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെയോ മേപ്പാടിയുടെയോ അല്ലെങ്കിൽ അട്ടമലയുടെയോ മുണ്ടക്കൈയുടെയോ ചൂരൽമലയുടെയോ പുഞ്ചിരിമട്ടത്തിൻ്റെയോ മാത്രമല്ല, അത് വയനാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, അങ്ങനെ ഹൃദയമുള്ള മനുഷ്യരെ ഒന്നാകെ കരയിപ്പിക്കുന്ന കാഴ്ചയായി ഇത് മാറുന്നു എന്നതാണ് പിന്നെയും പിന്നെയും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കാരണം ഈ കാഴ്ചകളിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഈ ദുരന്തത്തിന്റെ എല്ലാം ചിത്രങ്ങളും, അല്ലെങ്കിൽ അതിന്റെ എല്ലാ സംഗ്രഹവും ഈ ദൃശ്യങ്ങളിലുണ്ട്. ഈ ദുരന്തം ഇതുവരെ നമുക്ക് കാണിച്ചു തന്ന വേദനകൾ, മനുഷ്യരുടെ ദുഃഖങ്ങൾ, അവർ പങ്കുവെച്ച കണ്ണീർ, അവർ പങ്കുവെച്ച വേദനകൾ, അവർ അനുഭവിച്ച ദുരന്തത്തിന്റെ ആഴം, നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള ജീവനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, അറിഞ്ഞതാണ്, കണ്ടതാണ്. പക്ഷേ അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. ആ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അത്രയും മനുഷ്യരുടെ ജീവനും ജീവിതവും ജീവനോപാധിയും സ്വത്തും വീടും എല്ലാം നഷ്ടമായി പോയതാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഈ ദൃശ്യങ്ങൾ, ഈ കുഴിമാടങ്ങൾ, ഈ കൂട്ടക്കുഴിമാടങ്ങൾ അങ്ങനെ വീണ്ടും തീർക്കുമ്പോൾ, അവിടെ ആളുകളെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുമ്പോൾ, ആ മനുഷ്യർക്ക് വേണ്ടിയും കുറേയധികം മനുഷ്യർ ഇവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്നറിയാതെ വ്യഥയോടെ ചുറ്റുവട്ടത്തായി കാത്തു നിൽക്കുമ്പോൾ, അവർക്ക് ആദരമർപ്പിച്ച്
പാർപ്പിക്കാൻ അവരെ അറിയാഞ്ഞിട്ടും പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു ദുര്യോഗത്തെ കാണേണ്ടി വരുമ്പോൾ ആ ദുരന്തം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, എത്ര വ്യാപ്തിയിലുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നു. ഒരു പെയിന്റ് പാട്ടയിൽ ആ കുഴിമാടത്തിന് മുന്നിൽ സ്ഥാപിക്കുന്ന കല്ലിൽ നമ്പർ രേഖപ്പെടുത്താൻ വേണ്ടി അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നടക്കുന്നു. അങ്ങനെ പേരുകളും മേൽവിലാസവും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ മനുഷ്യർ കൃത്യമായ അഡ്രസ്സിൽ കൃത്യമായ ഒരു ഐഡന്റിറ്റിയിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു നമ്പറിന്റെ അടയാളത്തിൽ മാത്രമായി ഒതുങ്ങുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഉറ്റവരാരെങ്കിലും തേടി വരുമോ എന്ന ചിന്തയിൽ അപ്പോൾ മാത്രം ആ പഴയ മേൽവിലാസത്തിലേക്ക് എത്താനാകുമായിരിക്കാം എന്നൊരു ചിന്ത മാത്രമാണ്, അത്തരമൊരു സാധ്യത മാത്രമാണുള്ളത്. അപ്പോഴും ഈ കാഴ്ചകൾ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത, ഇതിനു മുൻപ് നമുക്ക് മുന്നനുഭവങ്ങളില്ലാത്ത വിധം അത് സമാനതകളില്ലാത്തതാകുന്നുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ആഴം അത്രത്തോളമാണ്, അതിൻ്റെ വ്യാപ്തി അത്രത്തോളമാണ്. അത് അത്രയധികം മനുഷ്യരെയാണ് കശക്കിയെറിഞ്ഞത്. ഉരുൾപൊട്ടലുകൾ, ദുരന്തങ്ങൾ, മഹാമാരികൾ, പ്രളയം, അങ്ങനെ പലതും നമ്മൾ കണ്ടെങ്കിലും ഇത്രത്തോളം നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ ദൃശ്യവും, ഓരോ കാഴ്ചയും, ഓരോ കണ്ണിലും, ഓരോ മനുഷ്യന്റെ അനുഭവങ്ങളും, അങ്ങനെ പലതരം മനുഷ്യരുടെ പലതരം ജീവിതാനുഭവങ്ങളും അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞപ്പോഴും അതിൻ്റെ എല്ലാം പരമമായ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയും വിധമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഈ കാഴ്ചകൾ അങ്ങനെയാണ് നമുക്ക് നൽകുന്നത്.